വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു പിഗ്മെന്റ് ഉണ്ട്, പെയിന്റ്. ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്കേക്ക് മണലും സിമെന്റ് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ ഗ്ലാസ് അച്ച് വെക്കുന്നതിന് ഗ്ലാസ് ആണ് വെക്കുന്നത്. ഗ്ലാസ് വെച്ചിട്ട് എന്തിനാണ് വെക്കുന്നത്? വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് ഈ ഒരു സാധനം കട്ടിയായിട്ട് ഹാർഡായിട്ട് വരണമല്ലോ. ഇതാണ് പെയിന്റ് ഒഴിക്കുന്നത്. ഇത് വൈറ്റ് ഉണ്ട്. அதுக்கப்புறம் அது ഒരേ മോൾഡ് വെച്ചിട്ട് ഒരേ ഡിസൈൻ കൈകൊണ്ട് ചെയ്യുന്നത് അതുപോലെ അല്ല, എല്ലാതും യൂണീക്കായിരിക്കും. അതെ. ഓ സൂപ്പർ കേക്ക് കേക്ക്. ഓക്കെ, എല്ലാവരും കൈയടിക്കോ. അങ്ങനെ ഇതാ ഇവിടെ ആത്തൻകുടി ടൈല് റെഡിയായ ടൈലുകളാണിത്. ഇതിന് ഒരു പീസ് സിംഗിളായിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ 100 രൂപ. നമ്മൾ വീട്ടിലേക്കൊക്കെ ഒരുപാട് സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ 60 രൂപയാണ് വില. പേരെന്നെ? ചിത്ര ആണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നത്. ചിത്ര നല്ല വരെ ഇപ്പോൾ കണ്ടോ, അതൊക്കെ നല്ല അടിപൊളി ടൈൽസ് വരെ കണ്ടോ. ഈ ഗ്ലാസ് ഒക്കെ ഡെയിലി ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ആക്കി. ചിത്ര അപ്പ അമ്മ ഇത് ഫാമിലി ബിസിനസ്സാ? ഓ സൂപ്പർ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ആത്തൻകുടി ടൈൽ മേക്കിംഗ്? കണ്ടോ, ആത്തൻകുടി ടൈൽ മേക്കിംഗ് കണ്ട ശേഷം നമ്മളിതാ ഇങ്ങനെ പോവാണ്. ഇങ്ങനെ ആക്കാൻ പറഞ്ഞ പറയും സിലിത് നിർത്തി. കാറ്റ് കൊണ്ട് യുവതി മണികൾ അടുത്തതായി നമ്മൾ ആത്തൻകുടി പാലസ് എന്നറിയപ്പെടുന്ന ഇവിടുത്തെ പഴയ ഒരു വലിയ ബംഗ്ലാവ്, ഒരു പാലസ് ആയിരിക്കാം. എൻ്റെ സിസ്റ്ററെ അവിടെ പോയിട്ട് പറയാം. ഇതാണത്. ഇതിൻ്റെ ആത്തൻകുടി പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ആത്തൻകുടി പാലസിനടുത്തെത്തി. ഇത് ഇവിടുത്തെ വലിയ അന്നത്തെ കാലത്ത് രാജഭരണമൊക്കെ ആയിരിക്കുമല്ലോ, അപ്പോൾ സമയത്തുള്ളൊരു പാലസാണ്. ഇവിടെ നെല്ലിക്ക ഉണ്ടാകുന്ന സമയം തോന്നുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ പോയ വഴിയിലൊക്കെ നെല്ലിക്ക ഉണ്ടായിരുന്നു. വീണ്ടും ഇതാ നിറഞ്ഞ് കായ്ച്ചൊരു നെല്ലിക്ക. അപ്പോൾ ഇതാണ് ആത്തൻകുടി പാലസ്. പെരിയ വീട് ആത്തൻകുടി പാലസ് വെൽക്കംസ് യു ടു ആൻ ഇൻസൈറ്റ് ഇൻ പാലസ് സ്ട്രക്ചർ. 80 രൂപ ടിക്കറ്റ് ഉണ്ട്. കണ്ടോ, ഇതാണ് നാച്ചിയപ്പ ചെട്ടിയാരുടെ ഇവിടുത്തെ പെരിയ വീട് എന്നറിയപ്പെടുന്ന വീട്. ഇതിൻ്റെ റിനോവേഷൻ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റൂഫൊക്കെ കണ്ടോ, ഇതുണ്ടോ, ഇത് മരമാണ്, ഇത് പഞ്ചലോഹമാണ്. ഭയങ്കര വലിയ വീടാണ്. 60 ബെഡ്റൂമും 600 ജനലുകളും ഒക്കെ ഉള്ള വീടാണ്. ശങ്കരി വാങ്ങോ, ശങ്കരി ടിക്കറ്റ് മേടിച്ചിട്ട് ശങ്കരി പറഞ്ഞുണ്ട്. ഇതുണ്ടോ, ഇത് ബെൽജിയം മിറർ. സുന്ദരിയാണോ മിററിൽ നോക്കിയാ? ഓ
ഒരുപാട് ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. നാച്ചിപ്പ ചെട്ടിയാർ ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ കാണണം. എൻ്റെ പോലത്തെ സ്വഭാവം തോന്നുന്നു, ഇടയ്ക്കിടയ്ക്ക് മിററിൽ നോക്കുന്നത്. ഇതാ ശങ്കരി, ഞങ്ങളുടെ ഗൈഡ് ചെയ്യുന്നത്. ഇതാണ് സ്പാനിഷ് ടൈല്. ഈ ടൈല് വന്ന് ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന ടൈലാണെന്നാണ് പറയുന്നത്. ഇത് വന്ന് സ്പാനിഷ് ടൈല്. സൂപ്പർ കേട്ടോ, ശരിയാ, നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇതാണ് ഡൈനിങ് ഹാൾ. എൻ്റെ അമ്മേ, നിലത്ത് ഇരിക്കുവീங்களா? നോക്ക്, അതിൻ്റെ വുഡൻ റൂഫാണ്. ഭയങ്കര അടിപൊളി ഡൈനിങ് ഹാൾ. വാ 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 വാ, അടിപൊളി, വാ വാ. ഇത് വന്ന് ഒരു അങ്ങോട്ടുള്ള വഴിയാണ് ഡൈനിങ് ഹാളിലേക്കുള്ള. ഇതിൻ്റെ പുറത്തൊക്കെ എന്തുകൊണ്ട് ഇത് മറ്റൊരു ഹാളാണ് ഇവരുടെ. ഇവിടെ 2 ഡൈനിങ് ഹാളുണ്ട്. ഒന്ന് അപ്പുറത്തും ഇപ്പുറത്തും കാണാം. അത്രയും വലിയ ഫാമിലിയാണെന്നാണ് പറയുന്നത്. ഇതൊരു വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ആത്തൻകുടി പാലസ് അല്ലെങ്കിൽ പെരിയ വീട് എന്നറിയപ്പെടുന്ന ആത്തൻകുടിയിലെ വീട്. അവരുടെ അന്നത്തെ വലിയ ഫാമിലി ആയതുകൊണ്ട് ചായ എടുക്കുന്ന സാധനം അവരുടെ ഇഡ്ഡലി ചെമ്പ്, വലിയ ഇഡ്ഡലി ചെമ്പ്, ഒരുപാട് ഇഡ്ഡലികൾ ഒരുമിച്ചുണ്ടാക്കാൻ വേണ്ടി അന്നത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആത്തൻകുടി പാലസിലാണുള്ളത്. ആത്തൻകുടി പാലസ് നല്ലൊരു അനുഭവമാട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ചെട്ടിനാട് വന്നു കഴിയുമ്പോൾ ആത്തൻകുടി പാലസ്, ആത്തൻകുടിയിലെ ലക്ഷ്മി ടൈൽസ് മേക്കിങ്ങിലെ ടൈൽസ് കാണാം. അതിന് പിന്നെ ടിക്കറ്റ് ഇല്ല, നമ്മൾ എന്തെങ്കിലും പൈസ കൊടുത്താൽ മതി. ഞങ്ങളൊരു 300 രൂപയാണ് ആ കുട്ടിക്ക് കൊടുത്തത്. പിന്നെ ആത്തൻകുടി പാലസിന് എൻട്രി ഫീസ് ഉണ്ട് 80 രൂപ. പക്ഷേ ഓക്കെ, ഇവർ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, നമ്മൾ കയറി കാണാൻ സമ്മതിക്കുന്നുണ്ടെന്നുള്ളത് തന്നെ ആ ടിക്കറ്റൊക്കെ ഓക്കെയാണ്. ഇത് ഇവിടുത്തെ ഒരു കോർട്ട്യാർഡാണ്. ഇവിടെ ഇനിയും ഒരുപാട് കോർട്ട്യാർഡ്സും എത്ര ശങ്കരി ടോട്ടൽ എത്ര കോർട്ട്യാർഡ്സ് ഇருக்கு? അന്നത്തെ കാലത്ത് അത്രയും ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് ഇത്രയും റിച്ച് ആയിട്ട് ബാർട്ടർ സിസ്റ്റം യൂസ് ചെയ്ത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു മാൻഷൻ എന്ന് പറയുമ്പോൾ ഒരു വണ്ടേഴ്സായിട്ട് നമ്മൾ കൂട്ടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എന്തായാലും മസ്റ്റ് വിസിറ്റ് ആണ്. എല്ലാവരും വന്ന് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഒരു ഗൈഡിൻ്റെ സപ്പോർട്ടോട് ഇതൊക്കെ അറിഞ്ഞ് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് ആ ഒരു ഹിസ്റ്ററി കൂടെ അറിഞ്ഞിട്ട് പോവുക. കാനാട് കാത്തൻ എന്ന് പറയുന്ന വില്ലേജ്. ഇവിടെ സാരീസും ഇവിടെ നെല്ലി സിൽക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വീവേഴ്സ് ഉണ്ട്. ഇത് കണ്ടോ, ഇതും നമ്മുടെ ചെട്ടിനാട് തന്നെയുള്ള വേറൊരു ഏരിയ ആണ്. ഇവിടെ ഒരുപാട് ഇതുപോലത്തെ കണ്ടോ ഇങ്ങനത്തെ വീടുകളാണ് ഇവിടെ. ഇതൊക്കെ പണ്ടത്തെ ചെട്ടിനാട് എന്ന് പറഞ്ഞാൽ ചെട്ടിയന്മാർ ഇത്രയും ഇത് എനിക്ക് രാജേഷൊക്കെ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ചെട്ടിയാരാണ്. അവരൊക്കെ ഇതേ റിച്ചുള്ള ഫാമിലീൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നാണ് മനസ്സിലായത്. നെല്ലി വീവിങ് ഹാൻഡ്ലൂംസ് ഇവിടെയാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ വാങ്ങിക്കാൻ വേണ്ടി. ഇതൊക്കെ കണ്ടോ, റിനോവേറ്റ് ചെയ്യാതെ ഡിസ്പ്യൂട്ടിലാണ് മോസ്റ്റ് ഓഫ് ദ പ്രോപ്പർട്ടീസ്. അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ കിടക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു സാമു ട്രാവൽസ് 24 hours എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതുണ്ട്. ഇത് നോക്കി, ഇവിടുത്തെ ഒരു വീട് SASRM ആണ് ലക്ഷ്മി ഹൗസ്. ഇത് ലക്ഷ്മി ഹൗസ് നമുക്ക് വിസിറ്റേഴ്സിന് അലൗഡ് ആയിട്ടുള്ളൊരു ചെട്ടിയാർ ഫാമിലിപ്പെട്ടവരുടെ വീടാണ്.
ഇവിടെ നല്ല വീവിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇടം കയ്യാൽ മുഖം കണ്ടോ? അപ്പൊ വാങ്ങിച്ചവർ പുറത്തിറങ്ങോ. പിന്നെ ഞാൻ കല്യാണത്തിന് ഷോപ്പിംഗ് തങ്കച്ചി. ശ്രുതിയുടെ വക എനിക്കിത് എൻറോൾമെന്റ് ആയിട്ട്. മിഴി രണ്ടും സിനിമയിലെ എന്തിനായി നീ ഇടം കയ്യാൽ മനം ചൊറിഞ്ഞു എന്നൊന്നുള്ള പാട്ടിലിട്ട സാരിയായിട്ട് ഇതാ ഇങ്ങിരിക്കണ അക്ക പേരെന്നെ சாந்தி அக்கா வந்து இங்கே வேலை பார்க்குறது. எத்தனை வருஷத்துலேருந்து இங்கே வேலை பார்க்குறது? நான் இங்கே இப்போதான் வந்திருக்கேன். இது என்ன பிளாக்கா? பிளாக். அப்போ எல்லாருக்கும் സാരി കിട്ടിയോ? ഹാപ്പി? അപ്പോൾ അടുത്ത ട്രിപ്പിന് വരുമ്പോൾ ഈ സാരിയൊക്കെ എടുത്തിട്ട് വരണം. കോലം മേക്കിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നു. പറവകൾ ആദ്യമായിട്ട് ജീവിതത്തിൽ, ആദ്യമായിട്ടൊന്നും അല്ല കേട്ടോ, ഇതിലെല്ലാം പലരും കണ്ടവരായിരിക്കും.